ഹായ് എവ്രി വൺ. ഇന്നൊരു വട്ടയിറ്റിനടി ആയാലോ? എന്നത്തെയും പോലെ തന്നെ സാൻഡ്വിച്ചും 2 ബോയിൽഡ് എഗ്ഗും അവക്കാഡോവും കാപ്പിയൊക്കെ തന്നെയായിരുന്നു മോർണിംഗിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് കഴിക്കാറ്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. സാധാരണ ഒരു ബ്രേക്ക് ഒരു 12-12:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ എടുക്കാറ്. അതും ഈ ഒരു 8 o'clockന് കഴിച്ചിട്ട്. അതിന് മുന്നേ പിന്നെ കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, വിശന്നിട്ട് ഒരു രക്ഷയുണ്ടാവില്ല മനുഷ്യന്. പിന്നെ ഇതേ മിക്ക സമയത്തും ഇത് തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചില സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കഴിക്കും. ഹോസ്പിറ്റലിൽ മസാല ദോശ നല്ല ചൂടോടെ കിട്ടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഈ ലോങ് ടേം കെയർ യൂണിറ്റ് ആയതുകൊണ്ട് പേഷ്യൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഖാവ, കറക് ചായ് എല്ലാം വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് പേഷ്യൻ്റെ ഫാമിലീൻ്റെ വകയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ, ലൈക്ക് ചോക്ലേറ്റ്സ്, കുക്കീസൊക്കെ. ഈ കേക്ക് ഒരു പേഷ്യൻ്റെ വകയാണ്. ഉച്ചയ്ക്കുള്ള മിക്ക സമയത്തും ഞാൻ ഫുഡ് താഴെ പോയിട്ടാണ് കഴിക്കാറ്. ഉണ്ടാക്കാൻ മടിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ യെസ്, മടിയായിട്ടാണ്. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്യാനൊന്നും ആക്ച്വലി ഉള്ളൊരു എനർജി ഇല്ലാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് മെയിനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ അതേ ചപ്പാത്തി, പനീറും ചിക്കനും സാലഡുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 3:30 ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതാണ്. ഇതൊരു 85% കോക്കോ ഉള്ളതാണ്. ഇതിൻ്റെ ചെറിയൊരു ബിറ്റേഴ്സ് 90% ഒന്നും പോകില്ല കേട്ടോ, അത്രയും കയ്പ്പ് സഹിക്കാനാവില്ല. പിന്നെ ഒരു 4 മണിയായപ്പോൾ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് വിശന്നു. അപ്പോൾ ഹണ്ടേഴ്സിൻ്റെ ചിപ്സ് എടുത്ത് വാങ്ങി. സാധാരണ ഞാനത് ഒട്ടും കഴിക്കാത്തതാണ്, പക്ഷേ ഇന്ന് വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പായിരുന്നു. അപ്പോൾ എന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രി വൺ.